ഹലോ ഗൈസ്, അത് നോക്കി നമ്മളിന്ന് എന്താ ഉണ്ടാക്കണേ? പക്കവട. നമ്മൾ പക്കവട ഉണ്ടാക്കാൻ പോകട്ടോ. അപ്പോൾ മഴയൊക്കെ അല്ലേ, അപ്പോൾ വൈകുന്നേരം എന്തെങ്കിലും ചായക്ക് കടി വേണമെന്ന് വെച്ചിട്ട് പക്കവട ഉണ്ടാക്കാന്ന് വിചാരിച്ചിറങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എന്തിനിറങ്ങിയാലും നമ്മളെ മക്കൾ നമ്മളെങ്ങാട്ടി മുമ്പേ ഇറങ്ങും. അതുകൊണ്ട് അവരെ മാറ്റി നിർത്തിയിട്ട് ഒരു പരിപാടി നടക്കൂല. പിന്നെ മുറ്റത്തേക്ക് കളിക്കാൻ വിടാന്ന് വിചാരിച്ചാൽ അത് നടക്കൂല. പുറത്ത് നല്ല മഴയല്ലേ, കുറച്ച് ദിവസമായിട്ട് സ്കൂളും ലീവല്ലേ. അപ്പോൾ അവരൊക്കെ ആ ഒരു സന്തോഷത്തിലാണ്. മഴ കാരണമാണ് നമുക്ക് ലീവ് ഉണ്ടായത്. ഈ മഴയൊന്നും വേറെ എവിടെയും കണ്ണീരിന് കാരണമാവരുതെന്ന് നമുക്ക് പ്രാർത്ഥിക്കുക. വീഡിയോ കാണാൻ നിങ്ങളൊക്കെ സേഫ് ആണെന്ന് വിചാരിക്കുകയാണ്. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, മഴ എന്ന് പറയുന്നത് എന്താ ഓരോരുത്തർക്കും അവരുടെ കാഴ്ചപ്പാടിലാണ്. മണിമാളികയുടെ മേലെ ഇരുന്ന് മഴ കാണുന്നവൻ്റെ മഴയല്ല, വീടില്ലാത്തവൻ്റെ മഴ, അങ്ങനെയൊക്കെ ഞാൻ വായിച്ചു. അത് നമുക്കൊരു ശരിക്കും ഒരു തോന്നില്ലേ, കാരണം വീടില്ലാത്തവന് മഴ പെയ്യുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും. പക്ഷേങ്കിൽ നല്ലൊരു വീട്ടിലിരുന്ന് നല്ലൊരു ബാൽക്കണിയിലൊക്കെ ഇരുന്ന് മഴയൊക്കെ കണ്ട് ഒരു കോഫി കുടിച്ച് ആസ്വദിക്കുന്നവന് വേറൊരു മഴയാണ്. അപ്പോൾ എന്ന് പറയുന്നത് മഴ ഇല്ലാതെ നമുക്ക് പറ്റൂല, മഴയും നമുക്ക് ആവശ്യത്തിനൊക്കെ വേണം. ഒക്കെ നമുക്ക് പടച്ചവനോട് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. ഇതിൻ്റെ ഇടയിൽ ഉപ്പ വന്നു, ഉപ്പ മിഠായി എന്തൊക്കെ പലഹാരങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടിയൊക്കെ അതൊക്കെ ഓരി വെക്കുകയാണ്. എൻ്റെ മകന് മിഠായിയൊക്കെ തിന്നുന്നത് നല്ല സ്റ്റൈലായി തിന്നുന്നുണ്ട്. പക്കവടയൊക്കെ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരും ചായ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ ഈവനിങ് ഈ ഒരു പക്കവടയിലും ഉപ്പ കൊണ്ടുവന്ന ഈ കായ വറുത്തതിലും തീർന്നിരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്